നബിതങ്ങൾ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ ഒറ്റയും തെറ്റയുമായി ധാരാളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരുന്നു. അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. വേദ പണ്ഡിതനാണ്, നല്ല പാണ്ഡിത്യമുള്ള അറിവുള്ള വ്യക്തിയാണ്. കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒറ്റയും തെറ്റയുമായി ഒരു ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, നബിതങ്ങളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഒരു പ്രഭാഷണം പോലെ ഒരു കാര്യം പറഞ്ഞു. അവിടെ നിന്ന് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അതാണ് നബിതങ്ങൾ പറയുന്നത്. 1, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. എല്ലാവരോടും എപ്പോഴും സലാം പറയുന്നവരായി നിങ്ങൾ മാറണം. ഭക്ഷണം കൊടുക്കണം. പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും, ഭക്ഷണത്തിനൊന്നും വകയില്ലാത്തവരുണ്ടാവും. അന്വേഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അവരെ മനം നിറച്ചു വിടണം, നല്ല സൽക്കാരം കൊടുക്കണം. നിങ്ങൾ നല്ല ഭക്ഷണം പാകം ചെയ്ത് ആളുകൾക്ക് കൊടുത്ത് നല്ലൊരു സഹകരണം അയൽപക്കങ്ങളുമായി ഉണ്ടാക്കണം. 3-ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ പുലർത്തണം. കുടുംബത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക് വരവുകൾ വേണം, വെളിയും പറച്ചിലും ഒക്കെ വേണം, നല്ല ബന്ധം വേണം. 4-ാമത് നബി തങ്ങൾ പറഞ്ഞു, വസ്വല്ലു വന്നാസു നിയാം, നിങ്ങൾ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിസ്കരിക്കണം. എന്നാൽ തദ്ഖുലൂനൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലെത്താമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രയോഗത്തിൽ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളെ വീഴ്ത്തലുണ്ട്. എല്ലാം മീമിൽ അവസാനിക്കുകയും അവസാനം തദ്ഖുലൂനൽ ജന്നത ബിസലാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ അനുവാചകരെ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന പ്രഭാഷണമാണ് യഥാർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവണം. 1, സലാം വ്യാപിപ്പിക്കണം. 2, ഇത്ആമുത്ത്അം, അത് നബിതങ്ങൾ വലിയ ഇഷ്ടപ്പെട്ടതാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. എപ്പോൾ അവസരം കിട്ടിയോ അപ്പോൾ കൊടുക്കണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലെ, പള്ളിയിലൊക്കെ ആരെങ്കിലുമൊക്കെ അപരിചിതരായി വന്നു കഴിഞ്ഞാൽ അവരൊന്ന് അന്വേഷിക്കും, അല്ലെ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, എവിടെയൊക്കെ വന്നത്, ഭക്ഷണം കഴിച്ചോ എന്നൊരു ചോദ്യമെങ്കിലും ഉണ്ട്. ഇന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? വെള്ളിയാഴ്ച പോലും വരുന്ന മിസ്കീന്മാരായ ആളുകൾ, ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അത് സ്വർഗത്തിലെത്താനുള്ള വഴിയാണ്. എല്ലാ ആഴ്ചയും നമുക്ക് ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. 3-ാമത് പറഞ്ഞത് കുടുംബ ബന്ധം ചേർക്കണം. ഈ 3 കാര്യം